ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നും 11ാമത്തെ എവിക്ഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ലക്ഷ്മിയെയാണ് പുറത്താക്കിയിട്ടുള്ളത്. പ്രേക്ഷകരും ലക്ഷ്മിയും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല പുറത്താവുമെന്ന്. പുറത്തായ ശേഷം ലക്ഷ്മിയുടെ ഇടറിയ വാക്കുകൾ ഇങ്ങനെ: സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ദുഃഖിതയാണ്. ഈ എവിക്ഷൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. ഒരുപാട് വിഷമമുണ്ട്. ഓരോ ആഴ്ചയും എവിക്ഷൻ പേടിയോടെ നോക്കിക്കണ്ടിരുന്നു. ഞാനാകുമോ എന്ന് വിചാരിച്ച്. ഓരോ തവണയും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇത്രയും കാലം ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ അനുവദിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൊണ്ടാണ്. അതിന് നിങ്ങളോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പുറത്തായതിൽ അത്ഭുതമില്ല, കാരണം ഞാനും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിടയിലെ ചില സംസാരങ്ങളും ഇടപെടലുകളും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല. അതായിരിക്കും ഇന്ന് പുറത്താവാൻ മെയിൻ റീസൺ. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എന്റെ നല്ല വശങ്ങൾ കണ്ട് എനിക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞാൻ എന്റെ 100% കൊടുത്താണ് അവിടെ നിന്നത്. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് എന്നെക്കാളും ആക്റ്റീവ് അല്ലാത്തവർ ബിഗ് ബോസിനുള്ളിൽ ഉണ്ട് എന്നാണ്. അവിടെ സത്യസന്ധമായിട്ട് നിൽക്കുന്നത് അനീഷും ഷാനവാസുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവർ നന്നായി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രേക്ഷകരിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. അനീഷിന്റെ ഗെയിം പ്ലാനും ഷാനവാസിന്റെ ആത്മാർത്ഥമായ ഇടപെടലും ശ്രദ്ധേയമാണ്. അവരിൽ ഒരാളായിരിക്കും ടൈറ്റിൽ വിന്നർ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ വീക്കായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ. അവരാരെയും കപ്പടിപ്പിക്കാതെ നോക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. ഇത്രയും ദിവസം എനിക്ക് വോട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിലനിർത്തിയ ഒരുപാട് പ്രേക്ഷകരോടും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി. എന്റെ ബിഗ് ബോസ് യാത്ര ഇവിടെ അവസാനിച്ചുവെങ്കിലും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ബിഗ് ബോസ് സീസൺ 7 ആരായിരിക്കും വിന്നർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യൂ.